ഹായ് കൂട്ടുകാരെ, മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ അരിപ്പൊടി കൊണ്ടുള്ള കൊഴുക്കട്ട, റാഗി കൊണ്ടുള്ളതും എല്ലാം ഉണ്ട്. ഇത് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു കൊഴുക്കട്ട ഈസി ആയിട്ട് നല്ല വൈകിട്ട് രാത്രി ആയാലും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നൊരു ഗോതമ്പ് കൊണ്ടുള്ളൊരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ അരി കൊണ്ടുണ്ടാക്കിയ, അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ കൊഴുക്കട്ടയും പിന്നെ നമ്മുടെ റാഗി പൊടി കൊണ്ടുണ്ടാക്കിയതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് പൊടിയുടെ റെസിപ്പി ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള നല്ല കുറുക്ക് വഴികളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. 4 മണിക്കായാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പം അതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് 4 മണിയായാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇതിനുള്ള എളുപ്പ വഴികളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇത്. ഗോതമ്പ് പൊടി ഇത് കടയിൽ നിന്ന് മേടിച്ച ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 1.25 കപ്പ് ഇതിലാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പൊടി കുഴയ്ക്കുമ്പോൾ ഒത്തിരി നമ്മൾ ഉപ്പിന് മാവിന് ചേരുന്ന അത്രയും ഉപ്പിടണം. അപ്പം നമ്മൾ അത്രയും ഒന്നും ഉപ്പിടണ്ട. ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ല. എന്നാൽ ഉപ്പ് വേണ്ടവർക്ക് ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ നമ്മൾ ഇടേണ്ടത്, ഉപ്പിന് പകരം ഇടേണ്ടത് ഇച്ചിരി പഞ്ചസാരയാണ് കേട്ടോ. ഒരു സ്വല്പം പഞ്ചസാര ഇടുക. ഇത് നമ്മൾ നല്ലോണം കൈ കൊണ്ട് പഞ്ചസാരയും മാവും കൂടെ ഈ ഉപ്പ് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇത് നമ്മൾ സാധാരണ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക് നെയ്യാണ് ഇടേണ്ടത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർക്കാവേ. സാധാരണ പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്, ചൂടുവെള്ളം ഒന്നുമല്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് സാധാരണ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ, നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കുന്ന പോലെ തന്നെയൊക്കെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ നെയ്യ് എല്ലായിടത്തേക്കും എത്തത്തക്ക വിധത്തിൽ നെയ്യ് നമ്മൾ ചേർത്ത് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മളിത് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു 1/2 കപ്പ് വെള്ളം കഷ്ടിച്ചായിട്ടില്ല കേട്ടോ, ബാക്കി വെള്ളമാണ്. നമ്മൾ പിടിക്കുമ്പം കണ്ടോ, നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്കിങ്ങനെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് സ്വല്പം നെയ്യും കൂടെ, ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കും. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഗോതമ്പാണ് കൊഴുക്കട്ട. ഉണ്ടയെന്ന് പറയും, കൊഴുക്കട്ടയെന്ന് പറയും, പല രീതിയാണ് പറയുന്നത് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ട ഫില്ലിങ് നമുക്കൊന്ന് തയ്യാറാക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. പിന്നെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാവേ. എന്നിട്ട് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1.25 കപ്പല്ലേ എടുത്തേക്കുന്നത്, 1.25 കപ്പ് പൊടിക്ക് അതിൻ്റെ പകുതി തേങ്ങ. അപ്പം ഒരു 1/2 കപ്പും ഇച്ചിരിയും കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ ഇതിനകത്ത് വയ്ക്കുക. നമ്മൾ പൊടി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് തേങ്ങ എടുക്കേണ്ടത്. നെയ്ക്കകത്തിട്ട് ഈ തേങ്ങ നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ തേങ്ങയുടെ വെള്ളമൊക്കെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണേ. ഈ തേങ്ങയുടെ വെള്ളമെല്ലാം പറ്റി നെയ്ക്കകത്ത് നല്ലോണം ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഇടുന്നത്. ശർക്കര ഉരുകിയതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതെടുത്തിട്ട് ഒന്ന് സ്വല്പം വെള്ളത്തിനകത്തൊന്ന് ഉരുക്കിയിട്ട് പനിയാക്കി ഇതിനകത്തോട്ട് വെച്ചാൽ മതി കേട്ടോ. 1 കപ്പ് ശർക്കരപ്പൊടി. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ കപ്പിന് ഇട്ടെങ്കിൽ 1 കപ്പ് കൂടി ഇടാം. ഇത് കല്ലും കട്ടയൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ പൊടിയായിട്ട് ശർക്കര പൊടിയായിട്ടിട്ടത്. ഞാനിത് 3/4 കപ്പ് ശർക്കരപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തീരെ കുറച്ചാണ് വെക്കുന്നത്, അടിക്ക് പിടിക്കല്ല. നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി വേണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 2-3 ഏലക്ക എടുത്ത് പഞ്ചസാരയിട്ട് മിക്സിയുടെ ജാറിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഈ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നെയ്യുടെയൊക്കെ ടേസ്റ്റ് വരുമ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ചേർക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കും ഇത് നെയ്യൊക്കെ ചേർത്ത് ഒത്തിരി പൈസ ചിലവല്ലേന്ന്. അങ്ങനെയൊന്നുമില്ല. നെയ്യൊക്കെ നമ്മുടെ വീടുകളിൽ കാണുമല്ലോ എപ്പോഴും. ഇതിപ്പം കണ്ടോ, വെള്ളമെല്ലാം വറ്റി
വരണം. ഇനി നമ്മളിത് ആറിയ ശേഷം നമുക്കിതൊന്ന് ചെറിയ ബോളുകളാക്കി എടുക്കണം. നമ്മൾ ഓരോ കൊഴുക്കട്ടയ്ക്കകത്തും വെക്കത്തക്ക വിധത്തിൽ നമുക്കിടാം. അപ്പം നമ്മളിതൊന്ന് തീ ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാവേ. കണ്ടോ, കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൊഴുക്കട്ട വരുത്തുന്നതിനകത്തോട്ട് നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ഓരോ ബോളുകളാക്കി മാറ്റാൻ പറ്റും. കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതിന് നമ്മൾ സ്വല്പം നെയ്യൊക്കെ ചേർക്കാൻ പറയുന്നത് കേട്ടോ. നമുക്കിതുപോലെ ആക്കിയെടുക്കാം. ഈ പാത്രത്തിലോട്ട് തന്നെ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ആക്കി വെക്കാം. എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മാവ് എടുക്കാം. ഒരു മാവ് കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കണം കേട്ടോ. നല്ലതേ കണ്ടോ, നല്ല പഞ്ഞി പോലെ കണ്ടോ. നമ്മൾ ആ നെയ്യ് ചേർത്തതിൻ്റെ ഇതിലാണ് കണ്ടോ, ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ആ ശർക്കരയുടെ ഉണ്ട ഇട്ടതിന് തന്നെ നെയ്യ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഇത് ഉരുളകളാക്കി എടുക്കാവേ. ഇതുപോലെ എത്രയാണ് വലിപ്പം, നിങ്ങൾക്ക് ഒത്തിരി വലിപ്പം വേണമെങ്കിൽ ഞാൻ സാധാരണ മീഡിയം സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് എത്തിയെടുക്കാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ്. ഗോതമ്പിൻ്റെ പൊടിയാണ്, ഓർക്കണം. ചിലപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടത്തില്ലേ, അതിനാണ് നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കുഴച്ചെടുക്കും. ഇതുപോലെ നമുക്ക് കണ്ടോ. ഇത് സാധാരണ നിങ്ങളൊക്കെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഉണ്ട ഇതിലേക്ക് വെക്കാം. വെച്ച ശേഷം നമുക്ക് ഇതുപോലെ 4 വശവും കൊണ്ട് നമുക്കിത് മൂടിയിടും. കണ്ടോ, എന്തെളുപ്പമാണ്. നമ്മൾ ശർക്കരയും തേങ്ങയും ഒക്കെ ചിരണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം ഒലിക്കണ്ടോ. ഇതുപോലെ നമ്മുടെ പുറത്തൊന്നും ഒരേപോലെ പാട് വരല്ല, അല്ലെ പൊട്ടി കീറും. നമുക്കിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് എടുക്കാം. ഉണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ആക്കിയെടുക്കാവേ. 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കൊക്കെ എടുക്കുമ്പോൾ ഉരുളയാക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം ഉരുളയാക്കുക. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തുക. നല്ല സോഫ്റ്റാണ് കണ്ടത്. മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, സോഫ്റ്റ്. 4 വശം ഇങ്ങനെ വെച്ച് കണ്ടോ അടങ്ങി. നല്ലോണം നമ്മൾ ഇതിങ്ങനെ അടച്ചില്ലെങ്കിൽ ഇതിലെ പൊട്ടിയിട്ട് നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി ആവി കയറുമ്പോഴത്തേക്ക്, എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ നമ്മുടെ കൈ തന്നെ വെച്ച് ഇങ്ങനെ ചുറ്റുമ്പോൾ നല്ല ഇതായിട്ട് വരും. വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഞാനൊരു അപ്പച്ചമ്പോ അടുപ്പ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സൈസ് തട്ടാണ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ കൊഴുക്കട്ടയും നമ്മൾ സാധാരണ ഈ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും സമയം വേണ്ട. നമുക്ക് ഒരു 5-10 മിനിറ്റിന് ഇടയ്ക്ക് 10-5 മിനിറ്റിന്റെ ഇടയ്ക്കായിട്ട് നമ്മൾ നല്ലോണം ആവി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യണേ. ഇത് ഒത്തിരി സമയം നമ്മൾ ഇരുന്ന് വേകുമ്പോഴാണ് ഇത് കട്ടിയായി പോകുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു. നെയ്യ് ചേർക്കുക, പിന്നെ വരച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഇതുപോലെ പെട്ടെന്ന് ഒത്തിരി സമയം ആവിയിൽ വെച്ച് വേവിക്കാതിരിക്കുക. അത് 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ കൊഴുക്കട്ടയൊക്കെ നല്ലോണം വെച്ചിട്ട് ഇപ്പം ഒരു 8-9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാവേ. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ആവി വറക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട കണ്ടോ, നല്ല ചൂട് വറക്കുന്ന. ഞാൻ ഇത് സ്വല്പം ഒന്ന് ആറി കഴിഞ്ഞിട്ട് നിങ്ങളെ മുറിച്ച് കാണിക്കാം കേട്ടോ. ഇത് ഭയങ്കര ചൂടാണ്, ഇപ്പം ആറിയിട്ട് കാണിക്കാം. എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പിൻ്റെ കൊഴുക്കട്ടയാണ്. അത് കണ്ടത് നിങ്ങൾക്ക് പിടിക്കുമ്പോഴേ തന്നെ അറിയാം. കണ്ടോ, സോഫ്റ്റ്. ഇത് ആ പാത്രത്തിൻ്റെ പാടാണ് കേട്ടോ. നമ്മൾ വെച്ച ആ പാത്രത്തിൻ്റെ കിഴിച്ച പോലെ ഉണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി ഇല ഇട്ട് എടുക്കണം. നോക്കി 4 മണി വരെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതിൻ്റെ അകം കണ്ടോ ഒന്നും നമ്മൾ വെള്ളം ഒന്നും പുറത്തോട്ട് വന്നിട്ടുമില്ല, ഒന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് സന്ധ്യ വരെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.